ഹലോ ഗൈസ്, ഇത് ഞാനിപ്പോ ഭൂമിയിലാണ് നിൽക്കുന്നത് ഗൈസ്. ഭൂമി എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി. ഈ ഭൂമിയിലല്ലേ, ഈ ഭൂമിയിലാണ് നമ്മുടെ താമസം. അറിയോ? ഞാൻ ഇപ്പോ ഭൂമിന്റെ മേലെ എയറോപ്ലെയിനിൽ വന്നിട്ട് ഇതിന്റെ മേലെ ഇരുന്നിരിക്കുക. എൻ്റെ അമ്മ എപ്പോ വരുമെന്ന് അറിയില്ല. എൻ്റെ അമ്മ കൊച്ചിക്ക് ജോലിക്ക് പോയേക്കാ. ഇവിടുന്ന് പോവാൻ കൊറേ ദൂരം. കള്ളം പറയുന്നതാ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കി. അപ്പോ ഞാൻ ഒറ്റയ്ക്കായി. ഞാനും എൻ്റെ അനിയറ്റും പേടിച്ചിട്ടാ പറഞ്ഞത്. ഞങ്ങൾ പേടിച്ചിട്ട് ഭൂതങ്ങൾ ഉണ്ടാവോന്ന് പറഞ്ഞ് പേടിച്ചിട്ടാ പറഞ്ഞ. അങ്ങോട്ട് കാണുമ്പോ സൂപ്പർ സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാലും. പക്ഷെ ഞങ്ങള് മണ്ണിന്റെ കുത്തി കുത്തി കളിക്കാൻ കണ്ട ഈ ഭാഗങ്ങള് അതന്നെ ഞങ്ങൾ ഉണ്ടാക്കണതല്ല. അപ്പം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എപ്പോ വരുന്ന ഇവിടുന്ന് കൊച്ചിക്ക് പോകാൻ കൊറേ ദൂരെയാവും. എനിക്കാണെങ്കിൽ അമ്മേനെ കാണാണ്ട് സങ്കടം വരാം. അതന്നെ അല്ലേ? ഇവള് വെറുതെ ചുമ്മാ അമ്മയുടെ അമ്മയും അച്ഛനും ഇല്ലാത്തപ്പോ വെറുതെ ഇവള് കൊഞ്ചണതാ. ഇതാണ് എൻ്റെ അവസ്ഥ. സഞ്ചി നിറച്ചെന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തെടുത്താണ് ഞാൻ വന്നിരിക്കണേ. കൂടെ ഇവിടെ പേടിയാവുമ്പോ ഒരു പൊടയ്ക്കാനൊരു പൊടുപ്പ്. പിന്നെ ഞാൻ വന്നിട്ട് പേടിച്ചിട്ടാ നിക്കണ ഗൈസ്. എനിക്ക് പേടിയാവാ ഇവിടെ നിക്കാൻ. സതീഷും മുത്തുവാണെങ്കിലോ അവിടെ ഈ ഭൂമിയുടെ ഒക്കെ ആയിരിക്കാം. ഞങ്ങളുടെ അച്ഛനും അമ്മയും പോയി. അപ്പൊ ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ട് കൈ. ഒരുപാട് സങ്കടം എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടം. ഞാൻ പറയണ സത്യം പോലെ ആണ്. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കഴിച്ചേണ്ട. അച്ഛനും അമ്മയും പോയപ്പോ അതുവരെ മിനിയും മുത്തി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാന് സർപ്രൈസായി. പിന്നെ എനിക്ക് ഡാർക്ക് ഫാൻറ്റസി ഇവിടെ ഇരുന്നിട്ട് തിന്നാൻ തന്നു. ഞാനത് മൊത്തം ഇരുന്ന് തിന്നു. പിന്നെ വാഫ്രോളി തിന്നാൻ തന്നെ ഉണ്ടായിരുന്നു, അതും ഇരുന്ന് തിന്നു. അത് മാത്രല്ല, ഈ ഭൂമിയില്ലേ, ഈ ഭൂമി ആ ഭൂമിയിലെ എങ്ങനെ കയറാനറിയില്ല. ഈ പാറയുടെ മുകളിൽ ഞാൻ വെറുതെ ഇരിക്കുക ഗൈസ്. അപ്പോ എൻ്റെ കാലാവസ്ഥ ഉണ്ടുട്ടാ. ഇവിടുന്ന് എയറോപ്ലെയിനിൽ വിളിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് അങ്ങോട്ട് കയറാനില്ല, അടുത്താ. കാരണം ഇങ്ങനെ പോയാൽ മതിയല്ലോ. എങ്ങനെ ഇരിക്കും? അപ്പോൾ ഞാനും ഇവിടെ ടീച്ചറും കുട്ടിയും കളിക്കാറുണ്ട് കേട്ടോ. ചെയറില്ല, അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാണ്. ഓളെ എക്സാം ആയിരുന്നു. അപ്പം കുറേ നാളായി ഇങ്ങോട്ടേക്ക് ഞാൻ വന്നിട്ട്. ഇപ്പോൾ വന്നപ്പോൾ ഇച്ചിരി ഉഷാറായി. അപ്പോൾ ചോറൊക്കെ എവിടെ നിന്ന് കിട്ടാണ് എനിക്കറിയില്ല. അപ്പോൾ മിനിയും മുത്തിയും ഇങ്ങോട്ടേക്ക് ചോറൊക്കെ കൊണ്ടുവന്നു. മീൻ കറിയും ചോറും ഇഞ്ചുംപുളിയും. അപ്പം അത് ഞാനിരുന്ന് ഒരു പാത്രത്തിലിരുന്ന് തിന്നായിരുന്നു. വായ കേൾക്കാൻ ഒരു കുപ്പി നിറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടാണ്. അത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് തുപ്പി. എന്നിട്ടും എനിക്ക് ആണെങ്കിലോ എൻ്റെ ആ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി. പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല. എയറോപ്ലെയിൻ ആണെങ്കിലും ഈ ആകാശത്തേക്കും വന്നില്ല. അതന്നെ. അപ്പം നമ്മളുടെ അടുത്ത വീഡിയോയിലും ഇത് ഇറങ്ങും. അപ്പം അപ്പം എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. നല്ല സങ്കടം എന്ന് വെച്ചാൽ തന്നെ കാണാം. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഈ ചാനൽ കാണാം. സതീഷ് മുട്ടുണ്ടയിൽ കൊടുത്തോ? ഈ സതീഷ് മുട്ടുണ്ട മെസ്സേജിലാണ് ഇത് കൊടുത്തിരിക്കണേ. അപ്പം തന്നെ പോസാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഇപ്പം പോസാവും. ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ ലവ് യു. എല്ലാവർക്കും ലവ് യു.